പ്രണവ് ചിത്രം DS ഇറേ നിറഞ്ഞ സർക്കിൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരികയാണ്. 100 കോടി ക്ലബിലേക്ക് ഇനി കുറച്ചു ദൂരം മാത്രം. എന്റെ പൊന്നു, ഒരു രക്ഷയുമില്ല. പ്രണവ് രണ്ടും കൽപ്പിച്ചു തന്നെ. ഫീൽ ഗുഡും ഹൊററും. പ്രണവ് തൂക്കിയെന്ന് പ്രേക്ഷകർ ഒറ്റയടിക്ക് പറയുന്നു. DS ഇറേ കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. ബോക്സ് ഓഫീസിൽ കത്തിക്കയറി പ്രണവ് ചിത്രം DS ഇറേ മുന്നേറുന്നു. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റിവ്യൂസ് മാത്രം. വൻമരങ്ങളെല്ലാം ആദ്യ ദിവസം തന്നെ വീണു. പിന്നെ പറയണോ പൂരം. അടിക്കടി വർധനവ് മാത്രമാണ് ബോക്സ് ഓഫീസിലെ കണക്കുകളിൽ കാണുന്നത്. ചിത്രം നേടിയത് കോടികളാണ്. ചെക്കിന് ഇനി 100 കോടിയും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിക്കാം. കുതിപ്പ് തുടർന്നിരിക്കുകയാണ് ഈ ചിത്രം. ആഗോളതലത്തിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്, അതും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട്. ഇതിനൊക്കെ പിന്നിൽ പ്രണവ് എന്ന നടൻ തന്നെയാണ്. മാത്രമല്ല, കൈയടക്കത്തോടെ സിനിമകൾ ഒരുക്കുന്ന സംവിധായകനും ഇരിക്കട്ടെ പൊൻതൂവൽ. അതെ, രാഹുൽ സദാശിവൻ. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ തന്റെ മികവ് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞ സംവിധായകനാണ് രാഹുൽ. മലയാളത്തിൽ ക്വാളിറ്റിയുള്ള ഹൊറർ മൂവീസ് തരാൻ നിലവിൽ ഇങ്ങേർ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. രാഹുൽ സദാശിവനാണ് ഇപ്പോൾ ലൈക്കുകൾ നിറയുന്നത്. അതായത്, ഈ DS ഇറേ എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഹൊറർ സിനിമകൾ തന്റെ തട്ടകമാണെന്ന് ഒന്നുകൂടി അടിവരയിടുകയാണ് സംവിധായകൻ. ഭയത്തിന്റെ തീവ്രത ഏതൊക്കെ മീറ്ററിൽ ആവിഷ്കരിക്കാം എന്ന ഈ വിഷയത്തിൽ സംവിധായകൻ ഗവേഷണം നടത്തുകയാണോ എന്ന് പോലും നമുക്ക് തോന്നും. ചിത്രത്തിന്റെ പ്രധാന നട്ടെല്ല് എന്ന് പറയുന്നത് പ്രണവിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഓരോ ചിത്രങ്ങൾ കഴിയുന്തോറും പ്രണവിലെ നടൻ കൂടുതൽ മെച്ചപ്പെടുന്നതായാണ് പ്രേക്ഷകർ പറയുന്നു. അതായത്, റോഹൻ എന്ന സങ്കീർണമായ കഥാപാത്രമാണ് DS ഇറയിലെ പ്രണവിന്റേത്. പക്ഷെ പ്രണവ് വളരെ അനായാസമായാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കഥാപാത്രത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങളിലും മാനസിക അവസ്ഥകളിലെല്ലാം പ്രണവ് ചെലുത്തിയിരിക്കുന്ന ആ ശ്രദ്ധ അത് അഭിനന്ദിക്കേണ്ട ഒന്നു തന്നെയാണ്. വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളും മിനിമം സംഭാഷണങ്ങളും മാത്രമാണ് ചിത്രത്തിലുള്ളത്. പക്ഷേ ഭീതിയുടെയും ആകാംക്ഷയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധികം സംഭാഷണങ്ങളൊന്നും ആവശ്യമില്ല എന്ന രാഹുൽ എന്ന സംവിധായകൻ ഇതിലൂടെ തെളിയിച്ചു. കഥാപരമായി ചിത്രം ഇടവേളയ്ക്ക് ശേഷം അല്പം ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ട്. പക്ഷെ സാരമില്ല. സാങ്കേതിക മികവും മേക്കിങ്ങും പ്രണവിന്റെ പെർഫോമൻസുകളെല്ലാം ആ ന്യൂനതയെ അങ്ങ് മറികടന്ന് മുന്നേറുകയാണ്. DS ഇറേ എന്ന പേരിനോട് ചിത്രം 100% നീതി പുലർത്തുന്നുണ്ട് കേട്ടോ. ഒരു തിരക്കഥാകൃത്ത് തന്നെ സംവിധായകനായാൽ പിന്നെ പറയണ്ടല്ലോ. ആ സിനിമയിൽ ആ പേരിനു പിന്നിലെ ചരിത്രവും മിത്തവും എല്ലാം വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തും. അതുതന്നെയാണ് പ്രണവിന്റെ കരിയർ ബെസ്റ്റ് ചിത്രമെന്ന് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രണവ് മാത്രമല്ല, സംവിധാനം, ക്യാമറ, മ്യൂസിക്, എഡിറ്റിംഗ്, ആർട്ട്, സൗണ്ട് തുടങ്ങിയ എല്ലാ വിഭാഗവും ഒന്നിനൊന്നു മെച്ചം. ഇപ്പോഴിതാ ചിത്രം ഉടൻ തന്നെ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് ആരാധകരും. ഒക്ടോബർ 31 റിലീസ് ചെയ്ത ചിത്രത്തിന്റെ പ്രേക്ഷക പ്രതികരണങ്ങൾ കാണുമ്പോൾ തന്നെ ആ കണക്കുകൾ നമുക്ക് നോക്കാൻ തോന്നും. പ്രണവ് ചിത്രം 50 കോടി ക്ലബ്ബ് എൻട്രി നേരത്തെ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ 80 കോടി കടന്നിരിക്കുകയാണ് ചിത്രം. കേരളത്തിൽ നിന്ന് 36 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 കോടിയും വിദേശത്ത് നിന്ന് 33 കോടിയും ചിത്രം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത്, തുടർച്ചയായ 2ാം ചിത്രമാണ് പ്രണവിന്റെ 80 കോടി കടക്കുന്നത്. അതേസമയം വരുന്ന വാരാന്ത്യത്തിലും DS ഇറേ കൂടുതൽ നേട്ടം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം മികച്ച പ്ലാനിങ്ങോടെയും ഡിസ്ട്രിബ്യൂഷനും റിലീസായി എത്തിയ ഈ ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.